ഡെസിമൽ നമ്പർ ടു ഹെക്സാഡെസിമൽ നമ്പർ കൺവേർഷൻ. ഡെസിമൽ നമ്പർ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്പേഴ്സ് നമ്മൾ എഴുതൂലേ, 300 അല്ലെങ്കിൽ 400 500 എന്നൊക്കെ, ഏത് നമ്പർ വേണേലും എണ്ണൽ സംഖ്യയാണ് ഉദ്ദേശിച്ചത്. അതുപോലെ അത് ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. ഇപ്പോൾ 255 എന്നൊരു നമ്പറിൽ കൂടുതൽ ഉള്ളൊരു നമ്പറാണെങ്കിൽ 8 ബിറ്റ് സ്പേസ് പോരാ, അപ്പോൾ നമുക്ക് 16 ബിറ്റ് വേണ്ടി വരും. അപ്പോൾ അതായത് 8051 8 ബിറ്റാണ് ഒരു രജിസ്റ്ററിൻ്റെ സ്പേസ്, ഒരു വലിപ്പമുള്ളൂ. 255 നമ്പേഴ്സ് കൊള്ളാനുള്ള സ്പേസ് ഉള്ളൂ ഒരു രജിസ്റ്ററിന്. അപ്പോൾ അതിൽ കൂടുതലുള്ള നമ്പേഴ്സ് വരുമ്പോൾ 2 8 ബിറ്റ് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അത് സ്റ്റോർ ചെയ്യണത്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനിലൊക്കെ സാധാരണയായിട്ട് 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും 255 കൂടുതൽ വരും. അങ്ങനെയുള്ള കേസിൽ 2 8 ബിറ്റ് രജിസ്റ്റേഴ്സാണ് യൂസ് ചെയ്യണത്. ഒരു എക്സാമ്പിൾ, ഇതിപ്പോൾ കൺവേർഷൻ നമ്മൾ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഒരു ജസ്റ്റ് എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് പ്രോഗ്രാം പറയണമെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അറിഞ്ഞില്ലെങ്കിൽ. ഇപ്പോൾ 2 നമ്പേഴ്സ് ആഡ് ചെയ്യാമെന്ന് മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ 50 × 80 ആയിട്ട് 40 0 4000 വരും. ഈ 4000 എന്ന നമ്പറിനെ നമുക്ക് 8051 എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഈ 4000നെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. 4000 × 16 വെച്ച് ഹരിച്ചു പോകാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 4000 16. കാൽക്കുലേറ്റർ എടുക്കുക, 4000 ടൈപ്പ് ചെയ്യുക, കാരണം 16 എഴുതാം. അപ്പോൾ അതിൽ ചെയ്ത് കഴിയുമ്പോൾ റിമൈൻഡർ 0, 250 കിട്ടും. ഇനി 250 × 16 അടിക്കുക. അപ്പോൾ 15.625 എന്നാണ് കിട്ടുന്നത്. ഇതിൽ 0.625 ഈ 0.625 റിമൈൻഡറായിട്ട് എടുക്കുക. 0.625 റിമൈൻഡർ കണ്ടെത്തണം അടുത്ത്. അപ്പോൾ നമ്മൾ 0.625 × 16 എഴുതും. ഇപ്പോൾ ഒരു നമ്പർ കിട്ടും, 0.625 × 16. അപ്പോൾ 10 കിട്ടും. ഇനിയിപ്പോൾ ഇത് വെട്ടിക്കളയാം. 15നെ ഡിവൈഡ് ചെയ്യാം. 15 × 16 0 കിട്ടും. 0.9375 കിട്ടും. ഈ 0.9375 × 16 എത്ര കിട്ടും? 15 കിട്ടും. ഇപ്പോൾ ഇതിൽ കിട്ടിയിട്ടുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ 0 കിട്ടി, 10 കിട്ടി, 15 കിട്ടി, പിന്നെ ഈ 0 കിട്ടി. അപ്പോൾ നമ്മളിതിന് ബാക്കിൽ നിന്ന് എഴുതാം, 0 15 എന്ന് പറഞ്ഞാൽ എഫ് ആണ് കേട്ടോ, 15F. 10 എന്ന് പറഞ്ഞാൽ 0. ഇതാണ് ഇക്വലൻ്റ് 4000-ന് ഇക്വലൻ്റ് ഹെക്സ്. ഇത് വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്ററിൽ നമുക്ക് ചെയ്ത് നോക്കാം. സെറ്റപ്പ് ഡെസിമൽ 4000 ഹെക്സ് 0FA0 ആണോ വാല്യൂ കിട്ടി നമുക്ക്. ഇത് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ചെയ്യാം, പക്ഷെ നമ്മുടെ ഈ കാൽക്കുലേറ്റർ അവിടെ കയറ്റില്ല എന്നാണ് തോന്നുന്നത്. സാധാരണ കാൽക്കുലേറ്ററാണ് കയറ്റുള്ളൂ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്,
ഈ ലാസ്റ്റ് ഒരു ആൻസർ വരുമല്ലോ, അത് ഉത്തരം 0 ആവണ വരെ ഈ ഡിവൈഡ് ചെയ്തുകൊണ്ട് പോകണം, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അത്രയും കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഇതിപ്പോൾ രജിസ്റ്ററിൽ സേവ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ 2 8 ബിറ്റായിട്ടാണ് സേവ് ചെയ്യേണ്ടത്. ഒരു രജിസ്റ്ററിൽ 0Fഉം മറ്റു രജിസ്റ്ററിൽ A0യും വരും. 8 ബിറ്റ് നമ്പേഴ്സാണ്. പിന്നെ വേണമെങ്കിൽ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ചെയ്യാം. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 0 0 0, F എന്ന് പറഞ്ഞാൽ 1 1 1 1. അതുപോലെ ഇതിൻ്റെ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 1 0 1 0, പിന്നെ 0 0 0 0. ഇങ്ങനെയാണ് ഇതിൽ സേവ് ആവണത്.